ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇത് നോമ്പിൻ്റെ കാലമാണ്. നോമ്പെന്നാൽ പങ്കിടലിൻ്റെ കാലമാണ്. നമ്മുടെ കർത്താവ് നമുക്ക് പങ്കിട്ട് തന്നത് തൻ്റെ ജീവനെയാണ്. ആ രക്തത്തിൻ്റെ വിലയെ നമുക്ക് ഒരുമിച്ച് ഓർക്കാം. ഇന്ന് നോമ്പിൻ്റെ 36-ാം ദിവസമാണ്. ഇന്നത്തെ വചനദാനത്തിനായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46 മുതലുള്ള വാക്യത്തിൽ തീമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്ന് എന്ന് നാം വായിക്കുന്നു. എന്നാൽ അവിടെ യേശുവിൻ്റെ കൂടെ വളരെയധികം പുരുഷാരമുണ്ടായിരുന്നു. എങ്കിലും പുരുഷാരത്തെ കണ്ട് ലജ്ജിച്ചു നിൽക്കാതെ ബർത്തിമായി ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. കൂടെ നിന്ന പുരുഷാരം ശാസിച്ചിട്ട് ബർത്തിമായി ഉച്ചത്തിൽ നിലവിളിച്ചു. ദൈവം നിലവിളി കേട്ടു. നിലവിളിയുടെ മുമ്പിൽ മാറിപ്പോകുന്നവനല്ല നമ്മുടെ ദൈവം. ബർത്തിമായി കാഴ്ച പ്രാപിച്ചിട്ട് മടങ്ങിപ്പോയില്ല, ദൈവത്തോട് കൂടെ നടന്നു. നമ്മൾ പലപ്പോഴും അല്പം കഷ്ടം വരുമ്പോൾ നാം പെറുപിറുക്കത്തില്ലയോ? ദൈവം ചെയ്ത നന്മകൾക്ക് തക്ക മഹത്വം കൊടുത്ത് നാം ജീവിക്കണം. കൊലോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഉയരത്തിലുള്ളത് അന്വേഷിച്ച് പിൻ എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ താൽക്കാലികമായ സുഖസന്തോഷങ്ങൾ മാത്രം ചിന്തിക്കാതെ ദൈവഹിതം അല്ലാത്ത എല്ലാ മാർഗങ്ങളും ഉപേക്ഷിച്ച് പ്രാർത്ഥനയോടെ തിരുമുഖം അന്വേഷിക്കാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ ഒരു ശബ്ദം നാം കേൾക്കും. തിരുമുഖം അന്വേഷിക്കുന്നവൻ ഇവൻ തന്നെ എന്നുള്ള ദൈവശബ്ദം, ദൈവത്തിൻ്റെ പ്രിയമകനായി എന്നുള്ള ശബ്ദം കേൾപ്പാൻ നമുക്ക് ഒരുമിച്ച് തയ്യാറാകാം. നമ്മൾ ഈ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ നിലവിളി കേൾക്കുന്ന ദൈവം, നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അവിശ്വാസമുള്ള ജനത ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നു. എന്നാൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കുന്നു എന്ന് സ്വയം ശോധന ചെയ്യാം. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.